നമ്മൾ കരഞ്ഞാൽ ഒരു വിഷയത്തെ നമ്മൾ ആ വിഷയത്തിൽ കരഞ്ഞു പോയാൽ നമ്മൾ പരാജയപ്പെട്ടെന്നാണ് പറയണത്. വചനം പറയണത് ദൈവവചനം നിറവേറ്റുന്നതിൽ, നീതി നിവർത്തിയാക്കുന്നതിൽ, ദൈവഹിതം നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ദൈവഹിതം നിറവേറ്റുന്നത് നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ പറയണല്ല, ഐസയ്യാ പറയണ വചനങ്ങളാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഇപ്പം എന്താ അമ്മ ചെയ്തത്? കരയേണ്ട സമയത്ത് അമ്മ എന്താ ചെയ്തത്? ലൂക്കാ 2:19 അമ്മ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു, കരഞ്ഞില്ല. അത് അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. ഐസയ്യാ 42:2 ദാസനാണ്. ദൈവത്തിൻ്റെ ദാസ്യം അതുപോലെ വിലപിക്കുകയോ കരയുകയോ സ്വരമുയർത്തുകയില്ല. കരഞ്ഞില്ലല്ലോ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് 2:19 ലൂക്കാ 2:19 നമ്മളോട് പറഞ്ഞത് എന്താണ്? മറിയം അട്ടേമാർ പോയപ്പോൾ കരയേണ്ടതായിരുന്നു. അവിടെ കരയേണ്ടതായിരുന്നു. ഈ പകർന്നു പിടിച്ച മനുഷ്യനെ കാണുമ്പോൾ കരഞ്ഞു പോകേണ്ടതായിരുന്നു. അമ്മയില്ല, അപ്പനില്ല, സ്വന്തപ്പെട്ടവരില്ല, ആരുമില്ല, ഔഷപിതാവിൻ്റെ പക്ഷത്തുനിന്നുമില്ല, സ്വന്തം പക്ഷത്തുനിന്നുമില്ല, നാട്ടുകാരുമില്ല. കരയേണ്ടതായിരുന്നു അവിടെ. പക്ഷെ അവൾ കരഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടി വചനം പറയും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയും. രണ്ടാമത് ദാസൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ദാസിയുടെ സ്വഭാവം എന്ന് യെശയ്യാ 42:2-3 പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്വരമുയർത്തുകയില്ല, അവൻ വിലപിക്കുകയില്ല, സ്വരമുയർത്തുകയോ ഇല്ല. അതായത് തെരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കപ്പെടുകയില്ല. അതായത് ഞാനെപ്പോഴും ഈ വിഷയം ധ്യാനിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യേശുവിനെ കഴിഞ്ഞാൽ പിന്നെ ഒത്തിരിക്കുന്ന ആർക്കാണ്? അമ്മയ്ക്കാണ്. കാര്യം അമ്മയ്ക്ക് ഇത് വെക്കാൻ കാരണം അമ്മയ്ക്ക് സ്വരം ഉയർത്തി രണ്ട് വർത്തമാനം പറയാനുള്ള പല സാഹചര്യം ഈശോ തന്നെ ഒപ്പിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ അമ്മയോടും അപ്പനോടും പറയാതെ ഈ ദേവാലയത്തിൽ തന്നെ തങ്ങിയത് ഭയങ്കരമായ കഷ്ടമായിപ്പോയി. അമ്മനോട് ഇപ്പം നമ്മൾ ഈ ഫൈൻഡിങ് ഇൻ ദ ടെമ്പിൾ, ഫൗണ്ട് മിസ്സിങ് ഒക്കെ നമ്മൾ പറഞ്ഞ് ധനിക്കണില്ലേ ജപമാലയിൽ. ദേവാലയത്തിൽ ഈശോയെ കാണാതിരിക്കെ കണ്ടുമുട്ടി. അത് ആ വിഷയം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ആ വിഷയം ഈശോ ഒരു വാക്ക് പോലും പറയാഞ്ഞ കാരണം മാതാപിതാക്കന്മാർക്ക് എന്തുണ്ടായെന്നാണ് അമ്മ പറയണത് 2:48. ഈശോ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുക. അപ്പോൾ ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ സാധാരണ ഉത്കണ്ഠയല്ലേ. കാര്യം ഭയവും ഉത്കണ്ഠയുമാണ്. ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഉത്കണ്ഠ ഉണ്ടായിരിക്കണത്? ഈ യേശുവിനെ കയ്യിൽ നിന്ന് ഇപ്പം നസ്രത്ത് വരെ ജെറുസലേമിൽ നിന്ന് നസ്രത്ത് വരെ തിരിച്ച് നടക്കുകയാണ്. നസ്രത്ത് എത്തിയില്ല, ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നസ്രത്ത് എത്തും. 2 ദിവസത്തെ വഴി നടന്നെത്തി കഴിയുമ്പോഴാണ് ഈശോ ഇല്ലാത്തത് അറിയണത്. അപ്പോൾ അവർക്ക് ഉത്കണ്ഠ ഉണ്ടായെന്നാണ് പറയണത്. എന്താണ് ഉത്കണ്ഠ? ആ ഉത്കണ്ഠ എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഔസേപ്പിതാവിന് ഭയം ഉണ്ടായി. ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ഭയം ഉണ്ടായി. എന്തിനാണ് ഭയം ഉണ്ടായത്? ഈ നസ്രത്തിലേക്ക് പോകാത്ത കഫർനാവിൽ പോകാണ്ട കാരണം എന്താണ്? ഭയം ഉണ്ടാകാൻ കാരണം എന്താ? 2:20 മത്തായിയുടെ സുവിശേഷം. അതായത് ഹെരോദസ് ദ ഗ്രേറ്റ്, അയാളുടെ മകൻ അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോൾ ഔസേപ്പിതാവിന് ഭയമായി. അതാണ് ഞാനും എൻ്റെ പിതാവും കൂടി. എന്തിനെക്കുറിച്ചാണ്? അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോഴാണ് ഭയമായത്. അപ്പോൾ എങ്ങനെ അർക്കലാവോസിൻ്റെ ആൾക്കാർ വന്ന് ഈശോനെ തട്ടിക്കൊണ്ട് പോയെന്നാണ് ഈ അപ്പനും അമ്മയും കൂടി ചിന്തിക്കുന്നത്. അർക്കലാവോസിൻ്റെ ആൾക്കാരെ വന്ന് ഇവരെ തട്ടിച്ചുകൊണ്ട് ഈ ദേവാലയം തട്ടിക്കൊണ്ട് പോയോ? എന്താണ് സംഭവിച്ചെന്നറിയാതെ അമ്മയ്ക്ക് ഭയവും അമ്മയ്ക്ക് ഉത്കണ്ഠയും ഔസേപ്പിതാവിന് ഭയവും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈശോ കൊടുക്കണ മറുപടി എന്താണ്? സോറി മദർ എന്ന് പറയേണ്ടതാണല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ വല്ലതാണെങ്കിൽ അടി പാർസൽ കണക്കുരിയുടെ അപ്പാതി അപ്പുറം തരും, എന്നിട്ടേ പിന്നെ വിശേഷം പറയത്തുള്ളൂ. കാര്യത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഈ സിറ്റുവേഷൻ മോശമാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷെ അതിന് മറുപടി ഈശോ കൊടുക്കണത് എന്താണ്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന്
നിങ്ങൾ അറിയുന്നില്ലേ? കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. ഇതിന് ഈ ഉത്കണ്ഠയും ഭയവും മാറാൻ അതൊരിക്കലും മതിയായ ആൻസറല്ല. ഈശോയുടെ സ്റ്റാൻഡ് പറയണം, അത് കറക്റ്റാണത്. ഈശോയുടെ സ്റ്റാൻഡ് പറയും, അവസാനം വരെ കുരിശ് വരെ പറയും, കുരിശ് വരെ ഈശോയുടെ സ്റ്റാൻഡ് പറയും. പക്ഷേ മാനുഷികമായ രീതിയിൽ ഉത്കണ്ഠയും ഭയമുള്ള മാതാപിതാക്കന്മാർക്ക് മതിയായ മറുപടിയാണോ അത്? നിനക്ക് വാക്കിനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് അമ്മക്ക് തിരിച്ചു ചോദിച്ചാൽ ഈശോക്ക് മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ മറിയം ചോദിക്കത്തില്ല. കാര്യം എന്താണ്? അവൾ ദാസിയാണ്, അവളുടെ സ്വരം ഉയരത്തില്ല. അതിനെക്കുറിച്ച് അവളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവളെ അവൻ്റെ മകനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ഉയർത്തില്ല. നമ്മൾ വായിച്ചില്ല, അത് എന്താ പറഞ്ഞത്? അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയില്ല, അവൻ്റെ സ്വരം കേൾക്കുകയുമില്ല. ദിസ് ഈസ് മദറിന് ഇവിടെ സംസാരിക്കാൻ ശരിക്കും. ഞാനെപ്പോഴും അമ്മയോട് പറഞ്ഞ, അമ്മേ, ഞാൻ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം പൊട്ടിത്തെറിച്ച് പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ നിലവാരത്തിൽ താഴെയുള്ള ആൾക്കാരോടായിരിക്കും, മുകളിലുള്ള ആൾക്കാരോടൊന്നുമല്ല. അവർ ബഹുമാനമൊക്കെ കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ താഴെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ ഞാൻ പൊട്ടിത്തെറിക്കും. പക്ഷേ അതും എന്തോ ഒരു ദാസനാകുന്നതിൽ നിന്ന് എന്തുമാത്രം നമ്മളെ മാറ്റും. കാര്യം അമ്മ നമുക്ക് തന്നിരിക്കുന്ന പാഠം എന്താണ്? പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസരം വന്നാൽ പോലും നീ വിശ്വാസിയാണെങ്കിൽ നിനക്ക് പൊട്ടിത്തെറിക്കാം. പക്ഷെ നീ ഒരു ദാസനാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് അത് കപ്പാസിറ്റിയാണത്. അമ്മ ബേസിക്കായിട്ട് എന്താണ്? ദൈവവചനം. ഈശോ പറഞ്ഞത് എന്താണ്? ദൈവവചനം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവൻ എന്നാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേ ഈശോ പറഞ്ഞ വചനം എന്താണ്? ദൈവപുത്രൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തോട് മറിയം എന്ത് ചെയ്യണം? മറിയം എന്താണ് ചെയ്തത് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അവൾ പൊട്ടിത്തെറിച്ചില്ല. അവൾ എന്ത് ചെയ്തു? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ശ്രദ്ധിക്കട്ടെ. പെട്ടെന്നൊരു ചിന്തേൻ്റെ മനസ്സ് വന്നത്, പണ്ടൊക്കെ ഞാൻ കൈയൊക്കെ നീളമുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് ഒരു വെള്ളമുണ്ടൊക്കെ കൊടുത്താണ് മൈനസ് മേരി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. വെള്ളമുണ്ടും പിന്നെ വെള്ള കൈ നീളമുള്ള ഷർട്ട്. അപ്പോൾ ആൾക്കാർ ചിലർ ചോദിക്കും, പട്ടത്തിന് പഠിക്കണമല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ തലയാട്ടം പഠിക്കുകയാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ വലിയ പഠനമാണ് മറിയത്തിന് പഠിക്കണമെന്ന് പറയുന്നത്. പട്ടത്തിന് പഠിക്കണമ്പോൾ കഴിച്ച് പിന്നെ ചെയ്യാനുള്ള പരിപാടി എന്താണ്? മറിയത്തിന് പഠിക്കുക. കാര്യം മറിയത്തിന് പഠിക്കണ എന്തിനാണ്? യേശുവിനെ കിട്ടാനുള്ള എളുപ്പമാർഗം അതാണ്. വേറൊരു മാർഗവും ഇല്ല. അതായത് ദൈവപിതാവിൻ്റെ ഇത് കണ്ട ഈ മിണ്ടാണ്ടിരിക്കണ വിഷയം കണ്ടില്ലേ? സ്വര ഉയർത്തേണ്ട സമയത്ത് പോലും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. 2:49 എന്താ എഴുതിയിരിക്കണത്? ഈശോ അത് പറയുമ്പോഴും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ചും ധ്യാനിച്ചുകൊണ്ടിരുന്നു. കാര്യം എന്താണ്? ദൈവവചനാണ് പറയണത്. ഇതെന്തൊരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണ് ചിന്തിക്കണത്. അതായത് ഞാനവർക്ക് ഇവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്തിനാ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ഈശോ പറഞ്ഞത് ഈശോ ദൈവപുത്രനാണ്. അതുകൊണ്ട് ഈശോ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കണത് എന്താണ്? അത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനം എന്തിനുള്ളതാണ്? അതേക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞ ദൈവവേദലെ നമ്മുടെ ജീവിതം നിറവേറ്റാനും ധ്യാനിക്കാനും ഉള്ളതാണ്. അമ്മ ഉള്ളം കാലുമ്പോൾ ഉച്ചവരെ ഈ വചന നിറവേറ്റത്തിൻ്റെ ആളായ്മയാണ്.